ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് ദിവസമായി നിങ്ങളോട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ആയിരുന്നിട്ടുണ്ടിരുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മാഗി മസാല ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രഷായിട്ട് എല്ലാം നമ്മൾ ഫ്രഷായിട്ട് എടുത്ത് പൊടിച്ച്. ഞാൻ ബാബ റോയ് ബാബാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ വീട്ടിൽ റെഡിയാക്കിയെടുത്ത മാഗി മസാല 2026 ആദ്യത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആയിരുന്നു. ഓക്കെ, എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യണം, ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇതിനകത്ത് ഞാൻ 18 ഇൻഗ്രീഡിയൻസാണ് ചേർത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മാഗി മസാല. ഇതുവരെ വറുത്തെല്ലാം കൂടെ ഈ തവ ചൂടായിട്ടിരിക്കുകയാണല്ലോ, അതിനകത്തോട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ ആ മഞ്ഞളും പഞ്ചസാരയും ഉപ്പും ഇട്ട് ഇനി ഇതെല്ലാം കൂടെ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം വൃത്തിയായിട്ട് ഫ്രൈ ആവും. ഇതിനു വേണ്ടി ഐറ്റംസ് എന്തൊക്കെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, പോപ്കോൺ സീഡ്, മഞ്ഞൾ പൊടി, പഞ്ചസാര, ഉപ്പുപൊടി, ഏലക്ക, ചെറിയ ജീരകം, ഉലുവ, പട്ട, കുരുമുളക്, മല്ലി, വറ്റൽമുളക്, ഇത് വലിയ ജീരകം, പെരിഞ്ജീരകം, ബേ ലീഫ്, ഗ്രാമ്പു. നമുക്ക് ഈ ചെറിയ ജീരകവും പെരിഞ്ജീരകവും ഏലക്കയും ബേ ലീഫും ഉലുവയും കുരുമുളകും പട്ടയും മല്ലിയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കങ്ങ് വറക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഓക്കെ. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കിയെടുത്തത്, മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കിയെടുത്തത്, ഇത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഉണക്കിയെടുത്തത്, ഇത് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഉണക്കിയെടുത്തു. ഇതിൻ്റെ എല്ലാം പൗഡറുകളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതാദ്യമായിട്ട് നമുക്കിത് ഓരോന്ന് വൃത്തിയായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഇത് മൂത്തു, നമുക്ക് വേറെ പാത്രത്തിലോട്ടങ്ങ് മാറ്റാം. അതിനകത്തോട്ട് നമുക്ക് മുളക് വറക്കാം, അതൊന്ന് മുറിച്ചിട്ടോണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അരിയും കൂടെ നമുക്ക് മൂത്ത് കിട്ടും. മുളക് മൂത്ത് അതിനകത്ത് ആ ഏലക്കയുടെ തോലങ്ങ് കളയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആ ഏലക്കയെല്ലാം നമുക്ക് അതിൻ്റെ അരി മാത്രം എടുത്താൽ മതി. ഓക്കെ, തോല നമുക്ക് വേണ്ട. ഇത് എല്ലാം കൂടെ നമ്മൾ തേക്കുന്നതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. ശ്രദ്ധയോടുകൂടി ഇളക്കി നമുക്കത് വറുത്തെടുക്കാം. ഞാൻ മാഗി ഉണ്ടാക്കുന്ന ഉടനെ അതിനകത്തുള്ള മസാല ഞാൻ ഇടാറില്ല. അല്ലാതെ ഞാൻ കുറച്ച് എല്ലാ മസാല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വേറെ ഇടുമായിരുന്നു. ഇപ്പം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അതിനകത്ത് ഒരു സ്പൂൺ എടുത്തങ്ങ് ഇട്ടാൽ മതി. മറ്റൊരു ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല തന്നെയാണ് നമുക്കതിൽ ഇടാൻ സാധിക്കും. ഇത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഇത് വറക്കാനുള്ളത് പോപ്കോണിൻ്റെ സീഡാണ്. പോപ്കോണിൻ്റെ സീഡ് റെഡിയാക്കുമ്പോൾ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണം. അത് വറുത്ത് പോപ്കോണിൻ്റെ സീഡും വറുത്ത് അത് അതിനകത്തോട്ട് ഇടാം. തവയ്ക്കൊരു ചെറിയ ചൂടുണ്ടല്ലോ, നമ്മൾ വറുത്തതെല്ലാം കൂടെ അതിനകത്ത് ഇടാം. ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾ അതും കൂടി ഇട്ട് ഇളക്കാം. ഇനി ആ തവയുടെ ചൂട് മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വൃത്തിയായിട്ട് ഇളക്കി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ വറുത്തതെല്ലാം കൂടെ കണ്ടാൽ ഇതെല്ലാം റെഡിയായി. നമ്മൾ ഫ്രഷായിട്ട് ഇന്നൊരു മാഗി മസാല ഉണ്ടാക്കുക. ഇനി നമുക്ക് തണുക്കുമ്പോൾ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മസാല നമ്മൾ പൊടിച്ചു, നമുക്ക് ഈ ജാറിലോട്ടിടാം. നമ്മുടെ മാഗി മസാല റെഡി. വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കിയെടുത്ത നമ്മുടെ മാഗി മസാല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്. ഹാപ്പി ന്യൂ ഇയർ.